ഇന്നലെ വടകര പള്ളിയിൽ നടന്നിട്ടുള്ള അടി പലരും പല രീതിയിലും വ്യാഖ്യാനിച്ച് ഇതിനെ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഇനി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ പള്ളിയിൽ പോലീസ് കയറില്ല അല്ലെങ്കിൽ കയറിയിട്ടില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. മറ്റൊരു കൂട്ടർ, അതായത് എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞു നടക്കുന്ന, അതുപോലെ ഇപ്പോഴും മുസ്ലിമാണ് പക്ഷേ വാ തുറന്നു കഴിഞ്ഞാൽ മുസ്ലിമിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ കമ്മിറ്റികളും ഇങ്ങനെ തന്നെയാണ്, എല്ലാ പള്ളികളും ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാണ് അവന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, പള്ളിയിൽ പോലീസ് ബൂട്ടിട്ടിട്ട് എന്തിനാണ് കയറിയിട്ടുള്ളത്, അത് തെറ്റല്ലേ എന്ന് പറയുന്ന ഒരു കൂട്ടർ. പരമാവധി കിട്ടിയ അവസരം എല്ലാവരും മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ല മറുപടി അൻസാരി ഉസ്താദ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് കേൾക്കാം. അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. ഇത് കണ്ട, ഇന്ന് വടകര പള്ളിൻ്റെ ഉള്ളിൽ നടന്ന അടിയും പുലിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പള്ളി കമ്മിറ്റിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഭയങ്കര വാക്കേറ്റം. നിയന്ത്രിക്കാനാവാത്ത സ്ഥിതി വന്നപ്പോഴാണ് പോലീസിനെ വിളിക്കേണ്ടത്. പോലീസ് വന്നപ്പോഴുള്ള സ്ഥിതി നിങ്ങൾ കണ്ട, ബൂട്ടിട്ടാണ് പോലീസ് പള്ളിൻ്റെ ഉള്ളിൽ കയറുന്നത്. ചർച്ചിൻ്റെ ഉള്ളിലേക്കോ ക്ഷേത്രത്തിലേക്കോ പോലീസ് ഇങ്ങനെ കയറുമോ? ഇതറിയാത്ത പോലീസുകാരാണോ പള്ളിൻ്റെ ഉള്ളിലേക്ക് ബൂട്ടിട്ട് വന്നത്? ഇവിടെ പള്ളിൻ്റെ ഉള്ളിൽ അടിയും പിടിയുണ്ടാക്കിയോല് ഓൾറെഡി കുറ്റക്കാരാണ്. ബൂട്ടിട്ട് വന്ന പോലീസും കുറ്റക്കാർ തന്നെയാണ്. ദേവാലയങ്ങൾക്കുള്ളിൽ കയറുമ്പം ബൂട്ട് അയച്ചു വെക്കണമെന്നൊരു മര്യാദ പോലീസിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാമാന്യ മര്യാദകൾ പോലും അറിയാത്തവര് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാൻ പാടില്ല. കേട്ടില്ലേ, നൈസായിട്ട് വർഗീയത കുത്തിക്കേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് പോലീസ് പള്ളിയിൽ കയറുമ്പോൾ ബൂട്ടിട്ട് കയറിയതാണ്. ഇവർ പറയുന്നുണ്ട് കമ്മിറ്റി ചെയ്തതും തെറ്റ് തന്നെയാണ്. കമ്മിറ്റി ചെയ്തത് തെറ്റാണ്, അതിലൊരു സംശയമില്ല. ഓക്കെ, ഇനി പോലീസ് ബൂട്ടിട്ടിട്ട് കയറിയത് പ്രശ്നമാണോ? എന്റെ അഭിപ്രായത്തിൽ അതൊരു പ്രശ്നമല്ല. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇങ്ങനെ ഒരു നിയമമില്ല. അതായത് ഒരു റിലീജിയസ് പ്ലേസിലേക്ക് പോലീസ് കയറുമ്പോൾ അവിടെ ബൂട്ട് അയച്ചു വെച്ചിട്ട് കയറണമെന്ന ഒരു നിയമം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോവോ അല്ലെങ്കിൽ ഫോമൽ റൂളോ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ ആ ഒരു റിലീജിയൻ, അത് ഏത് റിലീജിയനും ആവട്ടെ, അതായത് പള്ളിയിൽ കയറുമ്പോൾ ആവട്ടെ, അമ്പലത്തിൽ കയറുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ ചേർച്ചിൽ കയറുമ്പോൾ ആവട്ടെ, എവിടെ കയറുമ്പോൾ ആവട്ടെ, ബൂട്ട് കഴിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് ബൂട്ടോ അല്ലെങ്കിൽ ഏത് പബ്ലിക് സെർവന്റ് ആവട്ടെ, അവർ പള്ളിന്റെ അകത്ത് കയറുമ്പോൾ ആ റിലീജിയനെ മാനിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർ ബൂട്ടോ അല്ലെങ്കിൽ ഷൂസോ ചെരുപ്പോ എന്താണെന്ന് വെച്ചാൽ അത് അയച്ചു വെച്ചിട്ട് കയറും. അത് അവർ റെസ്പെക്ട് കാണിക്കുന്നതാണ്. ഓക്കെ, എന്നാൽ ഒരു എമർജൻസി സിറ്റുവേഷന്റെ സമയത്ത് ബൂട്ട് അയച്ചു വെച്ചിട്ട് കയറണമെന്ന് ഒരിക്കലുമില്ല. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ജനറലി ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റത്തെ കർത്തവ്യം, അവരുടെ ഡ്യൂട്ടി, പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് പോലീസിന്റെ ഡ്യൂട്ടി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ റിലീജിയനെ റെസ്പെക്ട് ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അതായത് അതിന്റെ ഉള്ളിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് അയച്ചു വെച്ച് കേരളക്ക് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആദ്യം പോയി ലോ ആൻഡ് ഓർഡർ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് അവരുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ അവർ അത് ചെയ്യാനേ ആദ്യം പോവുകയുള്ളൂ. അത് മാത്രമല്ല, ജനറലി ഇവര് ബൂട്ടിട്ട് തന്നെയാണ് കയറുക ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ. കാരണം എന്തെങ്കിലും ഗ്ലാസസോ കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കാലിന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ്. അവർക്ക് അവരുടെ സേഫ്റ്റിയും കൂടി നോക്കണം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ബൂട്ട് അയച്ചു വെച്ചിട്ട് പോകണം എന്നൊക്കെ പറയുന്നത് അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ കാണാം. മുസ്ലിം പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയത് ശരിയായോ? എടാ മോനെ, പോലീസുകാർക്ക് ഒതു കൊടുക്കാൻ സംശമ്പളം കിട്ടിയില്ലടാ, അതുകൊണ്ടാണ് അവർ ഒതു കൊടുക്കാതെ ബൂട്ടിട്ട് ചാടി പള്ളിയിൽ കയറിയത്. എടാ, പള്ളി എന്തിനുള്ളതാടാ? 10,000-കണക്കിന് പള്ളികൾ കേരളത്തിൽ. ഏതെങ്കിലും പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറുന്നുണ്ടോ? ആരാധനകൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഉപദ്രവം പോലീസുകാരുടെ പക്ഷത്ത് ഇല്ല. എന്തുകൊണ്ടാണ്? പള്ളികളൊക്കെ സുഹൃതങ്ങൾ ചെയ്യാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ്. അവരവിടെ ഒന്ന് എത്തിപ്പോലും അവർ നോക്കാറില്ല. പക്ഷെ നിന്റെ പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറാനുള്ള കാരണം എന്താ? ആരാധനകൾ നിർവഹിക്കേണ്ട, ആരാധനയാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് അവൻ സമാധാനകാംക്ഷിയാണ്. അവിടെ നീ പരസ്പരം കൊല വിളിക്കുകയും കോളറിന് പിടിക്കുകയും ആക്രോശിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസുകാർ ഒതു എടുത്തുകൊണ്ട് വരണം. അവർ ബൂട്ട് ഊരിയിട്ട് പള്ളിയിൽ കയറണം. എടാ മോനെ, ഞാൻ സേവനം ചെയ്യുന്ന ഈ പള്ളിയിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വന്നതല്ല. ഇവിടെ ഉള്ളൊരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടപ്പോൾ അനുബന്ധമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി പോലീസുകാർ വന്ന് ബൂട്ടഴിക്കുന്നു, കാല് കഴുകുന്നു. അവർ വളരെ ഭക്തിയാദരപൂർവ്വം പള്ളിയിൽ വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, ബഹുമാനാദരപൂർവ്വം സംസാരിച്ച് മടങ്ങിപ്പോകുന്നു. ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ ആദരവ് കിട്ടും. നീ തല്ലുണ്ടാക്കിയിട്ട് നിന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മേപ്പള്ളിക്കുറ്റി പോയി പറഞ്ഞാൽ മതി. നീ അവരെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു നാട്ടിൽ ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ തൊപ്പി വെച്ചവർ താടി വെച്ചിട്ടൊന്നുമല്ല, അവർ പുറവടിച്ചവർ പൊളിക്കും. അവർക്ക് അതിനു വേണ്ടിയാണ് ലാത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ മുസ്ലിഹാരെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒരാളെ ഒരു പരിഗണിക്കത്തില്ല. അവർ വീക്കും. അച്ഛന്മാരെ വീക്കിയിട്ടുണ്ടോ പള്ളിയിൽ? അച്ഛന്മാരെ സഭാ തർക്കത്തിന്റെ പേരിൽ
അച്ഛന്മാർ വീക്കിട്ടില്ലേ? അപ്പൊ മുസ്ലിയാരും വീക്കും. എടാ അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാടാ? അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാ? നീയും ഞാനും അല്ലേ? സമാധാനം കാംക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് തല്ലുണ്ടാക്കിയപ്പം ആ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോലീസ് പള്ളി കയറിയതാ. അതിന് അവസരം ഉണ്ടാക്കി നീ ഇപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒളി അജണ്ട ഉണ്ട്, തേങ്ങാക്കലുണ്ട്. ഒളി അജണ്ട അല്ല, സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട പള്ളിയിൽ നീയും നിന്റെ ഒപ്പമുള്ള മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളി നടത്തി അടിയുണ്ടാക്കിയപ്പം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വരുന്ന പോലീസുകാർ ഒതുകൊടുത്ത് പള്ളി കയറണ. എടാ ഇന്നലത്തെ ദിവസം ഏതാ? റഹ്മത്തുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം കേരളത്തിന്റെ അങ്ങാടികൾ മുഴുവനും ജാതി മത ഭേദമന്യ മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു. ഇത് കണ്ട് കേരളീയ മലയാളി മനസ്സ് അതിങ്ങനെ കുളിരണിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീരിങ്ങനെ ബാഷ്പങ്ങൾ പൊഴിയാണ്. ഈ ദിവസം നീ എന്ത് ചെയ്തു? നീ നാലിച്ചൊക്കെ അങ്ങാടികൾ മനുഷ്യർ ചെതറിക്കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് എല്ലാ മതസ്ഥരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ മുഹമ്മദ് നബിയുടെ അനുയായിയെ നീ എന്ത് ചെയ്തു? കറുത്തവനെയും വെളുത്തവനെയും രാജാവിനെയും പ്രജേനെയും അടിമേനെയും ഉടമനെയും ഉള്ളവനെയും ഇല്ലാത്തവനെ ഒരുമിച്ച് ഒരു വരിയിൽ നിർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച സഫിൽ നീ പരസ്പരം കലഹിച്ചും കൊലവിളിച്ചും ചീത്ത വിളിച്ചും പരസ്പരം കയ്യോങ്ങിയും നീ ആ പള്ളി നാശമാക്കി. പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ഒരു മുസൽമാൻ പള്ളിയിലേക്ക് കയറുമ്പം 4-5 വെട്ട കാല് ഒരതിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പുള്ളിക്കുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കുന്ന കാല്, ആ കാല് വൃത്തിയാക്കി പള്ളിയിൽ കയറുന്ന സംശുദ്ധമായ സ്ഥലത്തേക്ക് സംശുദ്ധമായ കാലുമായി കയറാൻ ശ്രമിക്കുന്ന ഒരു മുസൽമാൻ, അവിടെ ഒരു പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അവസരമൊരുക്കി നീയല്ലടാ. നിന്റെയൊക്കെ കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തോട് ചോദിച്ച പോലെ വിവരമുള്ള വിവേകമുള്ള ഒരുത്തനെങ്കിലും നിന്റെയൊക്കെ കൂട്ടത്തിലുണ്ടോന്ന് ലൂത്ത് നബി ചോദിച്ചില്ലേ? ആ ചോദ്യം നിങ്ങൾക്ക് പ്രസക്തമാണ്. എത്ര കാലമായടാ ഈ വൃത്തികെട്ട പണി തുടങ്ങിയത്? അവസാനിപ്പിക്കാറായില്ലേ? ജനത മാറിയില്ലേ? സമൂഹം മാറിയില്ലേ? ചിന്ത മാറിയില്ലേ? നീയൊക്കെ എന്നാ നന്നാകുന്നത്? ഒരു പള്ളിയും 9,000 ഗ്രൂപ്പുകളും. ഇവിടെ മനുഷ്യൻ മടുത്തണം. ഇതൊക്കെ മനുഷ്യൻ മടുത്ത്, മനുഷ്യർ കുഴഞ്ഞ, ആർക്ക് താല്പര്യമില്ല. ഇന്ത്യൻ മുസൽമാന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മഹലിൽ തന്നെ 25 ഗ്രൂപ്പും 22 ചിന്തയും 25 ചിന്താധാരയും വഴികളും. എന്നിട്ട് ഒരു ഇമാമിനോടെ കൊണ്ടുവന്നാൽ ആ ഇമാമ് നമ്മുടെ ആദർശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പിറ്റേ ദിവസം പോലെ അവൻ്റെ തുടങ്ങും. ഇത് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ പച്ചക്കാൻ പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും തുരക്കാനുള്ള പണി തുടങ്ങും. നമ്മുടെ ആളായെങ്കിൽ മാത്രമേ നമ്മൾ പുറകെ തുടരുള്ളൂ. എന്തെല്ലാം തോന്നിയ മാസങ്ങൾ പിന്നെ അവരുടെ പിന്നാലാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിയെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമേ പള്ളി വരാൻ പാടുള്ളൂ എന്ന ചിന്തയാണെങ്കിൽ പുതിയ ജൻസി പിള്ളേർ വരുന്നുണ്ട്. നിന്റെയൊക്കെ മോന്ത പിടിച്ച് റോഡരിട്ടുരകും. ഈ മുഖം ഉണ്ടല്ലോ, അത് ജൻസി പിള്ളേർ പിടിച്ച്, കാരണം അവർക്ക് ഇതിനോടും താല്പര്യമില്ല. പുതിയ തലമുറക്ക് ഇതിനോടും താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും തലയിൽ കൊണ്ട് നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ തലയിൽ കൊണ്ട് നടന്നു, പുതിയ ജനറേഷൻ നിങ്ങളുടെ ഊരക്ക് ചവിട്ടി നിങ്ങളെ പുറത്തുള്ളൂ. മനുഷ്യർ മടുത്തടാ. ഒരു പള്ളിയിൽ മനുഷ്യൻ പലതരക്കിലും പെട്ട് പല കേട്ടില്ലേ? ഇതിലും വലിയ മറുപടി ഇനി വേറെ ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് അർമാദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. കേരളത്തിലും ഇന്ത്യയിലുമായി ഒട്ടനവധി പള്ളികളുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇതുപോലെ പ്രശ്നമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതെടുത്തിട്ട് ഇങ്ങനെ കളിക്കാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് അധികത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അയോധ്യ പ്രശ്നം നമുക്കറിയാം. അയോധ്യയിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അത് അയോധ്യയുടെ മാത്രം പ്രശ്നമാണ്. അല്ലാതെ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. കാരണം അത് ആ ക്ഷേത്രത്തിന്റെ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഇത് ഈ പള്ളിന്റെയാണ്, ഈ പള്ളിയുടെ പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പള്ളിയിൽ നടന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് എൻ്റെ, അതായത് മുഴുവൻ പള്ളികളിലും അല്ലെങ്കിൽ മുഴുവൻ കമ്മിറ്റിയും ഇങ്ങനെ തന്നെയാണ്, മുഴുവൻ കമ്മ്യൂണിറ്റിയും ഇങ്ങനെ തന്നെയാണ് എന്നല്ല. ഇത് ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ. അപ്പോൾ അതിനെ അങ്ങനെ കണ്ട് ഒന്ന് ഒഴിവാക്കാൻ നോക്കുക. അല്ലാതെ ഇത് വെച്ചിട്ട് വർഗീയത ഉണ്ടാക്കുക അല്ലെങ്കിൽ അതുപോലെ മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് നന്നായിക്കോളൂ നിനക്കൊക്കെ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.